ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് ഷേമീനെന്ന് പറയും അത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് മുളകിട്ട് വെക്കാനാണ്. അത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പി ഞാൻ ചെയ്യുന്നത് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ചെറിയ ഉള്ളി ഒരു കൈ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വടക്കംപുളി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, ഒരു സ്വല്പം കായപ്പൊടിയാണ് ഞാൻ എൻ്റേതായിട്ട് സ്പെഷ്യൽ ഇട്ടേക്കുന്നത്. പിന്നെ സ്വല്പം കുരുമുളക് പൊടി. അപ്പോൾ ഇത് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ആദ്യമേ തന്നെ ഞാൻ മീൻ ക്ലീനാക്കി ഇച്ചിരി വിനാഗിരി ഒഴിച്ചിട്ടിരിക്കുകയാണ്. കാരണം വിഷാംശമൊക്കെ തളിച്ച് തന്നെയാണ് നമുക്ക് മീൻ കിട്ടുന്നത്. ഫ്രഷ് മീനൊന്നും അല്ല കിട്ടുന്നത്. അപ്പോൾ ഒരിച്ചിരി വിനാഗിരിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിഷാംശമൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് ക്ലീനാക്കി വിനാഗിരിയിൽ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചേരുവകളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ അടപ്പേ വെച്ചിട്ടുണ്ട്. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വരളാൻ വേണ്ടിയാണ്. ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്ക് ഇളക്കി വഴറ്റിയെടുക്കാം. ഇതൊരു തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാം നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് പൊടിവകയെല്ലാം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ചെറിയ തീയിൽ ഇളക്കിയെടുക്കാം. നമ്മൾ പൊടിയൊക്കെ ഇടുമ്പം തീ എപ്പോഴും കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം, ഒന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ വടക്കംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വടക്കംപുളി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കീറി തന്നെ ഇടുക. അപ്പം ചെറിയ പീസായിട്ടിരിക്കുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വടക്കംപുളിയൊക്കെ നട്ടെല്ലിനൊക്കെ നല്ലതാണ്. ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ കഷ്ണം ഓരോന്നായിട്ട് പറക്കി ഇട്ട് കൊടുക്കാം. നമ്മുടെ വഴറ്റിയതെല്ലാം ആറിയിട്ടുണ്ട്. അതൊരു ജാറിലോട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വെള്ളം തൊടാതെ തന്നെ അരയ്ക്കണം. വെള്ളം നമ്മൾ മീൻ വേവാനുള്ളത് ആവശ്യത്തിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പിനകത്ത് അധികം വെള്ളം ആവണ്ട. അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മീനിലേക്ക് കലക്കി ഒഴിക്കാം. മീൻ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ എരിവും പുളിവും എല്ലാം കഷ്ണത്തിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സമയത്ത് അരപ്പൊഴിക്കാം. നമ്മളെ വഴറ്റിയ എണ്ണയോടുകൂടി തന്നെയാണ് അരച്ചത്. അപ്പം വെള്ളം ചേർക്കേണ്ടി വന്നില്ല. നല്ല തിക്ക് ഗ്രേവിയോടുകൂടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. കാരണം വഴറ്റിയപ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പ് ഒഴിച്ചതായിരുന്നു. ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് തിളക്കട്ടെ. നമ്മുടെ മുളകിട്ട കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്നെസ്സോടുകൂടി തിളച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇത് കേൾക്കുമ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇപ്പം കരിവേപ്പില ഞാൻ വറുത്തതിൻ്റെ കൂടെ ഇട്ടായിരുന്നു. ഇനിയിപ്പം ഇച്ചിരി മല്ലിയിലയാണ് ഇട്ട് നമ്മൾ അലങ്കരിക്കുന്നത്. സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. മീൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. മൺകലത്തിലായതുകൊണ്ട് ഇരുന്ന് നല്ലപോലെ ഒന്ന് കുറുകും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ കായം ചേർത്തത്. അപ്പോൾ ആ മീൻ്റെയൊക്കെ ഒരു ഉളുമ്പ് മണം അങ്ങ് മാറും. അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.